ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ നമ്മുടെ കണക്കിലെ മിടുക്കന്മാരെയും മിടുക്കികളെയും കണ്ടെത്തുന്നതിനായി നടത്തുന്ന നമ്മുടെ ഇന്ത്യൻ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റേജായ ഇന്ത്യൻ ക്വാളിഫയർ ഒളിമ്പ്യാഡ് ഇൻ മാത്തമാറ്റിക്സിനെ IOQM ഇതിനെ പറ്റിയുള്ള ആ ഒരു രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എന്നിവയെ പറ്റി പറയാനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് കുട്ടികൾക്ക് സംശയമുണ്ട്, കുട്ടികൾക്കായിക്കോട്ടെ രക്ഷിതാക്കൾക്കായിക്കോട്ടെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഈ IOQM എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ വേണം എന്നിവയെ ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ മിക്ക വിദ്യാർത്ഥികളും കാണും. സോ ആ ഒരു സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പം പ്രധാനമായും ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഏത് സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ നിങ്ങളെ വിശദമായി കാണിച്ചു തരുന്നതായിരിക്കും. സോ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ട മെയിൻ 3 ഡോക്യുമെന്റ്സ് നിങ്ങൾ കയ്യിൽ കരുതണം. അതായത് ഫസ്റ്റ് വൺ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ്, സെക്കൻഡ് വൺ നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ് ID, അതുപോലെ തന്നെ തേർഡ് വൺ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, അതായത് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റും കൈ കരുതണം. മീൻസ് നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ PC-യിലാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫോണിലാണോ ചെയ്യുന്നതെങ്കിൽ അതിൽ ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ഒരു സ്കാൻഡ് കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ് ID-യുടെ ഒരു സ്കാൻഡ് കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും ആ ഒരു സിസ്റ്റത്തിൽ കാണണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് IOQM എന്ന് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ mtai.org.in ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് IOQM-ൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. mtai.org.in എന്ന വെബ്സൈറ്റിലാണ് IOQM നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. സോ IOQM നടിക്കുമ്പോൾ തന്നെ ഈ ഒരു വെബ്സൈറ്റാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതിന് തൊട്ട് താഴെ തന്നെ ഇവിടെ IOQM എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ നേരെ തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ MTAI മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇന്ത്യ ആ ഒരു വെബ്സൈറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് IOQM അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വായിച്ചു നോക്കണമെങ്കിൽ ഈ ഒരു ഇതിൽ കയറി വായിച്ചു നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു സൈറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു വാങ്ങാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹോം, എബൌട്ട്, ആക്ടിവിറ്റീസ്, ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ആക്ടിവിറ്റീസ് നോക്കുവാണെങ്കിൽ ഇവിടെ എക്സാംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. എക്സാംസ്, ആ എക്സാംസിനകത്ത് IOQM 2023-24, അതുപോലെ തന്നെ IOQM 2022-23, 21-22 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൻ്റെയും അതിന് മുമ്പത്തെ വർഷങ്ങളിലേക്ക് IOQM-ൻ്റെ എക്സാംസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് IOQM 2023-24ലേക്കാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ നേരെ ഈ സൈറ്റിലേക്ക് വരിക, നേരെ ആക്ടിവിറ്റീസിലേക്ക് പോവുക, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നേരെ എക്സാംസ് എടുത്തിട്ട് ഈ IOQM 2023-24 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പം ഇവിടെ കാണാൻ സാധിക്കുന്നത് ദ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് IOQM 2023 എക്സാം വിൽ ബി കണ്ടക്റ്റഡ് ഓൺ സൺഡേ September 3 അക്രോസ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാം വരുന്നത് ഈ വരുന്ന September 3 നമ്മുടെ എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ഫോർ IOQM 2023 ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ടു August 5, 2023. August 5 വരെ ഈ ഒരു രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം August 5 വരെ നിങ്ങൾക്ക് ഈ ഒരു രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഡേറ്റ് എല്ലാവരും മനസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. August 5 കഴിഞ്ഞ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഈ ഒരു ഡേറ്റ് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിൽ കരുതണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് IOQM-നെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൈറ്റിൽ തന്നെ കുറച്ച് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സിലബസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫ്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ തന്നെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. സോ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ക്ലിക്ക് ഹിയർ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് നോക്കാം. സിലബസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ
യെസ്, മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് 2023-24. സാധാരണ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് 3 സ്റ്റേജ് ആയിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മുടെ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് എക്സാം വരുന്നത്. ഈ വരുന്ന 3-ാം തീയതിയാണ് എക്സാം. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷനും അതിൻ്റെ ടോട്ടൽ മാർക്സും എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. സോ അതുപോലെ തന്നെ ഈ ഒരു സിലബസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, തന്നെ അത്രേ ഉള്ളൂ. ഇനിയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്തൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡു നോട്ട് മിസ് ദ ഡേറ്റ്, ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ. ഇവിടെയാണ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ആക്ടിവിറ്റീസിൽ വരിക, എക്സാംസ് എടുക്കുക, IOQM 2023-24 ഓപ്ഷൻ ചൂസ് ചെയ്യുക. ആ ഒരു സൈറ്റിൽ വരുമ്പം ഇവിടെ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നേരെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, യെസ്, ആ ഒരു അടുത്ത ഇൻ്റർഫേസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ ഒരു ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സെൻറ്റർ രജിസ്ട്രേഷൻ ഫോർ IOQM 2023 ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ടിൽ 31 July 2023. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോർ IOQM ഈസ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പം നമുക്കിവിടെ വേണ്ടത് ഈ ഒരു ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഫോർ IOQM ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ അത് നമ്മളിവിടെ ആദ്യം ഈ ഒരു ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, യെസ്, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ഇതിലേക്കാണ്, അതായത് രജിസ്റ്റർ, ലോഗിൻ. 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു എന്താ പറയുക, ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ വെച്ചും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അതില്ല, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു സൈറ്റ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. സോ ഈ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. യെസ്, രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ വരുന്ന ഇതാണ്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡൻസ് ബോൺ ബിറ്റ്വീൻ August 1, 2004 ആൻഡ് January 1, 2011 ആൻഡ് സ്റ്റഡിങ് ഇൻ ക്ലാസ് ബിറ്റ്വീൻ 8th to 12th ആർ ഓൺലി എലിജിബിൾ ടു റൈറ്റ് IOQM. ഓക്കെ, അതായത് August 1, 2004 January 1, 2011 ഇടയ്ക്ക് ജനിച്ച കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു IOQM എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക്, 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു IOQM എക്സാം എലിജിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ ഇവിടെ നമുക്ക് നമ്മുടെ പേഴ്സണൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈമറി മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുത്തിട്ട് OTP ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നമ്മുടെ പേരും കാര്യങ്ങളും കൊടുക്കാം. ഫസ്റ്റ് നെയിം, ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കാം. യെസ്, മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി അതൊന്ന് നമ്മുടെ റീകൺഫേം ചെയ്യണം. നെക്സ്റ്റ് മെയിൽ ID, യെസ്, ഇപ്പോൾ ഫോൺ നമ്പർ 2 മാച്ച് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മെയിൽ ID മാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജനറേറ്റ് OTP എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, യെസ്, the OTP has been sent to your mobile number and email ID. Kindly verify the OTP and proceed further. യെസ്, അപ്പോൾ എൻ്റെ മൊബൈലിലേക്കും എൻ്റെ നമ്പറിലേക്കും നമ്മൾ ഏത് നമ്പർ വെച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഒരു മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഏത് മെയിൽ ID ആണോ നമ്മൾ കൊടുത്തത് അതിലേക്കും നമ്മുടെ ഈ ഒരു OTP വന്നിട്ടുണ്ട്. സോ ഞാനതൊന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഗോട്ട് ഇറ്റ്. തൊട്ട് താഴെ തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, മൊബൈൽ OTP അതുപോലെ തന്നെ ഇമെയിൽ OTP. സോ മൊബൈലിൽ വന്ന OTP നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
അതുപോലെ തന്നെ മെയിൽ ഐ ഡി, നിങ്ങൾ ഏത് മെയിൽ ഐ ഡി ആണോ രജിസ്റ്റർ ചെയ്തത്, ഏത് മെയിൽ ഐ ഡി യൂസ് ചെയ്താണോ രജിസ്റ്റർ ചെയ്തത്, ആ മെയിൽ ഐ ഡി ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്തൊരു OTP വന്നിട്ടുണ്ടാവും. സോ അതും കൂടെ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്പം ഞാനിവിടെ രജിസ്റ്റർ ക്ലിക്ക് ചെയ്തപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഹൗ ഡിഡ് യു കം ടു നോ ഫസ്റ്റ് അബൌട്ട് IOQM, അതുപോലെ തന്നെ ഹൗ ഡിഡ് യു ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ്. സോ ഈ 2 ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇതുപോലെ തന്നെ 2 ന്യൂസ് പേപ്പർ, വെബ് സെർച്ച്, സ്കൂൾ, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, റിലേറ്റീവ്സ് അങ്ങനെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ചോദ്യത്തിന്, അതായത് ഹൗ ഡിഡ് യു കം ടു നോ ഫസ്റ്റ് അബൌട്ട് IOQM ഞാനിപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് കൊടുക്കാം. അതുപോലെ തന്നെ ഹൗ ഡിഡ് യു ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്കതും റീഡിങ് ബുക്സ് ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ഈ 2 ഓപ്ഷൻ കൊടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. യെസ്, പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നെക്സ്റ്റ് വരുന്നത് സ്റ്റുഡൻറ് ലോഗിൻ. നിങ്ങൾക്ക് ഇനി ലോഗിൻ ചെയ്യാം. അതായത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയിലേക്കും ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, യെസ്, അപ്പം എൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെരിഫൈഡ് ആയെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. യുവർ IOQM 2023 രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഗിൻ വിത്ത് ദിസ് രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ കൊടുക്കാം. യെസ്, ഇത്രയും കൊടുത്തു കഴിഞ്ഞ് നേരെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. യെസ്, ആ ലോഗിൻ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സൈറ്റിലേക്കാണ്, ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാൻ സാധിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ കയ്യിൽ ഒരു 3 ഡോക്യുമെൻറ്റ്സ് വേണം ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. സോ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. സോ യു വിൽ ബി റെക്വയർഡ് ടു അപ്ലോഡ് ദ ബിലോ മെൻഷൻ ഡോക്യുമെൻറ്റ്സ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് നോട്ട് ഓൾഡർ ദാൻ 6 months ഷുഡ് ബി ഇൻ JPG ഓർ PNG. സൈസ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 10 KB to 100 KB. ഓക്കെ, അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് 6 മാസത്തിൽ കൂടുതൽ പഴക്കം ചെന്ന് ആകരുത്. അതുപോലെ തന്നെ JPG ഓർ PNG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ സൈസ് 10 KB to 100 KB ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന സൈസ് ആയിരിക്കണം നിങ്ങൾ ഈ ഒരു ഫോട്ടോഗ്രാഫിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എയ്തർ വൺ ഓഫ് ദ സ്കാൻഡ് കോപ്പി ഓഫ് സ്കൂൾ ID ഓർ ലേറ്റസ്റ്റ് സ്കൂൾ ഫീസ് പെയ്ഡ് റിസീപ്റ്റ് ഓർ ലാസ്റ്റ് ഇയേഴ്സ് റിപ്പോർട്ട് കാർഡ് ഹാവിംഗ് ദ ഒഫീഷ്യൽ സ്കൂൾ സ്റ്റാമ്പ്. അപ്പോൾ അതും കൊടുക്കണം. അത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സ്കാൻഡ് കോപ്പി ഓഫ് സ്കൂൾ ID, നിങ്ങളുടെ സ്കൂൾ IDയുടെ ഒരു സ്കാൻഡ് കോപ്പിയോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്കൂൾ ഫീസ് പെയ്ഡ് റെസിപ്റ്റോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയേഴ്സ് റിപ്പോർട്ട് കാർഡ് ഹാവിംഗ് ദ ഒഫീഷ്യൽ സ്കൂൾ സ്റ്റാമ്പോ, ഇതിൽ 3 ഏതെങ്കിലും ഒരു സ്കാൻഡ് കോപ്പിയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതും സൈസ് പറയുന്നുണ്ട്. അതും JPG ഓർ PNG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ സൈസ് 50 KB to 250 KB ആണ്. ഇത്രയും റേഞ്ചിനുള്ളിലാണ് നിങ്ങൾക്ക് ആ ഒരു സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ലാസ്റ്റ് വൺ, നിങ്ങളുടെ എയ്തർ വൺ ഓഫ് ദ സ്കാൻഡ് കോപ്പി ഓഫ് ആധാർ ഓർ പാസ്പോർട്ട് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർലി വിസിബിൾ ഇൻ JPG ഓർ PNG ഫോർമാറ്റ് ആൻഡ് സൈസ് ഷുഡ് ബി ബിറ്റ്വീൻ 50 KB to 250 KB. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കാൻഡ് കോപ്പി ഓഫ് ആധാറിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ ആണ് അവസാനമായിട്ട് വേണ്ടത്. അതിനകത്ത് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർലി വിസിബിൾ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം. ആ ഒരു ആധാർ ആയിക്കോട്ടെ, പാസ്പോർട്ട് ആയിക്കോട്ടെ, ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഏത് കൊടുത്താലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുന്ന രീതിയിലുള്ള ഒരു സ്കാൻഡ് കോപ്പിയാണ് കൊടുക്കേണ്ടത്.
അതുപോലെ തന്നെ അതും JPG ഓർ PNG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ സൈസ് വരുന്നത് 50 KB to 250 KB ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ദ എൻറ്റയർ ആപ്ലിക്കേഷൻ നീഡ്സ് ടു ബി കംപ്ലീറ്റഡ് ഇൻ 1 സെഷൻ. We recommend that you keep all the relevant documents at hand before starting the application. Yes, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾക്കിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ പാതി വഴി നിർത്തിയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. കാരണം ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫുള്ളായിട്ട് ഒരൊറ്റ സെഷനിൽ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ ഇത്രയും ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ സ്കാൻഡ് കോപ്പീസ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ പാസ്പോർട്ട് ആയിക്കോട്ടെ, ആധാർ കാർഡ് ആയിക്കോട്ടെ, ഈ 3 കാര്യങ്ങളും നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അപ്പം തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും പ്രധാനമായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വൺ, ഡിക്ലറേഷൻ. ഐ ഹാവ് ഫുള്ളി റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, അത് നമ്മൾ ടിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ പേജ്, നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെയാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് ഫോം ഓഫ് മാത്തമാറ്റിക്സ് IOQM. Please fill up the information below carefully. Any incorrect information submitted may lead to disqualification at any stage of the Olympiads. Okay. അപ്പോൾ എന്തായാലും ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് യാതൊരു തെറ്റും വരാത്ത രീതിയിൽ ചെക്ക് ചെയ്ത് വേണം നിങ്ങളിത് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മുടെ പേര്, നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. അതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഇനി ടൈപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ID ആണ്. നമ്മുടെ ID, നമുക്ക് ഏത് ID ആണ് വേണ്ടത്, നമ്മുടെ ആധാർ കാർഡാണ്, നമ്മുടെ കയ്യിൽ ഏതാണ് ഇരിക്കുന്നത്, അതായത് ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ സ്കൂൾ ID, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഇരിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആധാർ കാർഡ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിവിടെ ആധാർ കാർഡ് സെലക്ട് ചെയ്യുകയാണ്. ആധാർ കാർഡ് നമ്പർ ഇവിടെ കൊടുക്കാം. യെസ്, അടുത്തത് ജെൻഡർ ആണ്, അതും കൊടുക്കുക. നെക്സ്റ്റ് വൺ, നാഷണാലിറ്റി ഇന്ത്യൻ. നെക്സ്റ്റ് വൺ, ഫാദേഴ്സ് ഓർ മദേഴ്സ് ഗാർഡിയൻസ് നെയിം, അവിടെയും കൊടുക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് സ്കൂൾ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ സ്കൂൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന സ്കൂള്, നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ സ്കൂൾ അഡ്രസ്സ്, സ്കൂൾ നെയിം, സ്കൂൾ പിൻകോഡ്, സ്കൂൾ ഡിസ്ട്രിക്റ്റ്, സ്കൂൾ സ്റ്റേറ്റ്, റീജിയൻ ബിലോങ് ടു, ബോർഡ് ഏതാണ്, മീഡിയം ഏതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ സ്കൂൾ ഡീറ്റെയിൽസിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്കൂൾ ടൈപ്പ് ചോദിക്കുന്നതിനകത്ത് KV ആണ്, JNV ആണ്, അതേഴ്സ് ഉണ്ട്. അപ്പം നമുക്കത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ അതേഴ്സ് കൊടുത്തു. ക്ലാസ് ഞാനിവിടെ 9th കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, സെലക്ട് സ്റ്റേറ്റ്. നിങ്ങളുടെ സ്കൂൾ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം, നമ്മുടെ കേരള. യെസ്, അതുപോലെ തന്നെ സ്കൂൾ ഡിസ്ട്രിക്റ്റ് കോട്ടയം ഞാൻ കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ജില്ലയാണോ അതനുസരിച്ച് ഇവിടെ കൊടുക്കുക. എറണാകുളം ആണെങ്കിൽ എറണാകുളം കൊടുക്കുക, അല്ലെങ്കിൽ പാലക്കാട് ആണെങ്കിൽ പാലക്കാട് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കോട്ടയമാണ് കൊടുക്കുന്നത്. സ്കൂൾ നെയിം കൊടുക്കാം. അതായത് ഇവിടെ വേറൊരു കാര്യം, ഇഫ് യുവർ സ്കൂൾ നെയിം ഈസ് നോട്ട് ഇൻ ദ ബിലോ ലിസ്റ്റ് ദെൻ ടിക്ക് ദ ചെക്ക് ബോക്സ് ആൻഡ് എൻ്റർ യുവർ സ്കൂൾ നെയിം. അതായത് ഈ ഒരു സ്കൂൾ നെയിമിനകത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ചെക്ക് ബോക്സ് ഇവിടെ ടിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം മിക്ക സ്റ്റുഡൻസിനും ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ചെക്ക് ബോക്സ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒന്നുകൂടെ ഞാൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സ്കൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു സ്കൂൾ കൊടുക്കാം. അപ്പം നിങ്ങളുടെ സ്കൂളിനകത്ത് കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്കൂൾ അഡ്രസ്സ്. നിങ്ങളുടെ സ്കൂൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്കൂൾ പിൻകോഡ്, നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്കൂൾ ഡിസ്ട്രിക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ വരും. ആ ഒരു പിൻകോഡ് കൊടുക്കുമ്പോൾ തന്നെ വരും. അതായത് സ്കൂൾ ഡിസ്ട്രിക്റ്റ് കോട്ടയം, സ്കൂൾ സ്റ്റേറ്റ് കേരള വരും.
അതുപോലെ തന്നെ റീജിയൻ ബിലോങ് ടു കേരള. നിങ്ങളുടെ ബോർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ബോർഡാണ്, CBSE ആണോ, ICSE ആണോ, സ്റ്റേറ്റ് ബോർഡാണോ, IB ആണോ, ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാനിവിടെ CBSE കൊടുക്കുന്നു. മീഡിയം ഏത് മീഡിയമാണെന്ന് ചോദിക്കും, അതായത് ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ അതിലാണെന്ന് കൊടുക്കുന്നു. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നേരെ താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ് ഓർ കറൻറ്റ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. സ്കൂളിൻ്റെ ഒന്നും അല്ല, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ലാൻഡ്മാർക്ക്, സിറ്റി, യെസ്, ഡിസ്ട്രിക്റ്റ് കോട്ടയം, അതുപോലെ തന്നെ സ്റ്റേറ്റ് കേരള, ഇത്രയും വന്നിട്ടുണ്ട്. ടിക്ക് ഇഫ് പെർമനൻറ്റ് ആൻഡ് കറൻറ്റ് അഡ്രസ് ആർ സെയിം. പെർമനൻറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ കറൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടും സെയിം അഡ്രസ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറൻറ്റ് അഡ്രസ്സ് വേറെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ടിക്ക് ഇഫ് പെർമനൻറ്റ് എൻ്റെ സെയിം തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ടിക്ക് ചെയ്യുന്നു. അപ്പം സെയിം അഡ്രസ്സ് തന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ഒരു പെർമനൻറ്റും കറൻറ്റും സെയിം ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ. നമ്മുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓൾട്ടർനേറ്റീവ് മെയിൽ ID അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുക. അത് കഴിഞ്ഞ് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് സെലക്ഷൻ, യെസ്, IOQMൻ്റെ സബ്ജക്റ്റ് സെലക്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹിന്ദി, ഇംഗ്ലീഷ് ഈ 2 ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്, അപ്പം ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം കറക്റ്റ് ആണോ. നിങ്ങളുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, സ്റ്റേറ്റ് എല്ലാം ഫുള്ളി ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ സ്കൂൾ നെയിം, നിങ്ങളുടെ സ്കൂൾ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, ഇമെയിൽ ID, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ കാർഡ് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് റീചെക്ക് ചെയ്ത് നോക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നേരെ പ്രൊസീഡ് ടു പ്രിവ്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത എല്ലാ കാര്യങ്ങളും ആ ഒരു ആപ്ലിക്കേഷൻ ഫുള്ള് നിങ്ങൾക്കൊന്ന് പ്രിവ്യൂ ചെയ്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം. യെസ്, അതായത് ഇതൊരു ഡിക്ലറേഷനാണ്. അതായത് I hereby declare that the above statements are true and complete to the best of my knowledge and belief. I understand that if I have furnished any false or incorrect information, this will lead to my disqualification from the Olympiad program at any stage. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇൻ കേസ് എഡിറ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ, ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്കൊരു തെറ്റ് വല്ലതും കണ്ടുപിടിച്ച് അത് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എവിടെയാണോ തെറ്റിപ്പോയത് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഫുള്ള് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യെസ്, ആ ഒരു സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ വരുന്ന അടുത്ത ഒരു പേജാണ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പേജാണിത്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 3 ഡോക്യുമെൻറ്റ്സ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ സ്കാൻഡ് കോപ്പി ഓഫ് സ്കൂൾ ID, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കാൻഡ് കോപ്പി ഓഫ് ആധാർ ഓർ പാസ്പോർട്ട് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യെസ്, ഡോക്യുമെൻറ്റ്, ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ ഞാൻ പറഞ്ഞു സൈസ് 10 KB to 100 KB ആണ്. അപ്പോൾ അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂൾ ID ഓർ ലേറ്റസ്റ്റ് സ്കൂൾ ഫീസ് പെയ്ഡ് റെസിപ്റ്റ് ഓർ ലാസ്റ്റ് ഇയേഴ്സ് റിപ്പോർട്ട് കാർഡ്, അതിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസ് 50 KB to 250 KB ആണ്. അതുപോലെ തന്നെ തേർഡ് വൺ ആണ് ആധാർ ഓർ പാസ്പോർട്ട് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ്. അതും അതിൻ്റെ സൈസും 50 KB to 250 KB ആണ്. അപ്പോൾ അതും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, അപ്പം നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ സ്കൂൾ ID, അതുപോലെ തന്നെ ആധാർ ഓർ പാസ്പോർട്ട് ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സോ നെക്സ്റ്റ് നമ്മുടെ സബ്മിറ്റ് ആണ്. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
യെസ്, നമ്മുടെ സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നിരിക്കുന്നതാണ് നമ്മുടെ സെൻഡർ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നെയിം, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ IOQM 2023 എക്സാമിനേഷൻ സബ്ജക്ട്സ് സെലക്ടഡ് ബൈ യു, അതായത് ഞാൻ സെലക്ട് ചെയ്തത് ഇംഗ്ലീഷ് ആയിരുന്നു, അപ്പോൾ അത് നമ്മുടെ ലാംഗ്വേജ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് യുവർ ടെസ്റ്റ് സെൻറ്റർ ഫോർ IOQM 2023-24, അതായത് നിങ്ങളുടെ ടെസ്റ്റ് സെൻറ്റർ, നിങ്ങളുടെ ഏത് സെൻറ്ററാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഏത് സ്റ്റേറ്റ് ആണോ, സ്റ്റേറ്റ് കേരളയാണ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോട്ടയം, സിറ്റി കോട്ടയം, അതുപോലെ ഞാൻ കൊടുത്ത സെൻറ്ററാണിത്. അപ്പം ആ ഒരു സെൻറ്ററും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീഡ് ടു പ്രിവ്യൂ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പം സെൻറ്റർ ഡീറ്റെയിൽസ്, നമ്മൾ ഏത് സെൻറ്ററാണോ കൊടുത്തത് ആ ഒരു സെൻറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ അതും ആ ഒരു ചെക്ക് ബോക്സും കൂടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ വരുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. പേയ്മെൻറ്റ് മെസ്സേജ്, നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് സൈഡിലായിട്ട് ടോട്ടൽ എമൗണ്ട് ₹240, 240 രൂപയാണ് ഈ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള തുക. അപ്പോൾ അതും നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. 240 രൂപയാണ്. സോ ഇനി നമുക്ക് പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, ഈ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വെച്ചോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വെച്ചോ അല്ലെങ്കിൽ UPI ID വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് നടത്തി ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ IDയിലേക്ക് ഒരു കൺഫർമേഷൻ വരുന്നതായിരിക്കും, രജിസ്ട്രേഷൻ സക്സസ് ആയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഫർദറായിട്ട് മെയിൽ വഴി നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. യെസ്, അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ IOQM ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ IOQM ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ ആ ഒരു mtai.org.in എന്ന വെബ്സൈറ്റിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ ഈ ഒരു ആക്ടിവിറ്റീസിനകത്ത് എക്സാംസ് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ IOQM 2023-24 ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, സോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ IOQM ഇന്ത്യൻ ഒളിമ്പിയാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് 2023 എക്സാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, മെയിനായിട്ട് 3 ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ പ്രത്യേകം കരുതണം. ഒന്ന് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കാൻഡ് കോപ്പി ഓഫ് യുവർ സ്റ്റുഡൻറ്റ് ID, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയോ പാസ്പോർട്ടിൻ്റെയോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെയോ ഒരു സ്കാൻഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതണം. അതായത് ഞാൻ പറഞ്ഞ ആധാർ കാർഡിനകത്തോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്തോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർലി വിസിബിൾ ആയിരിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻ്റ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു. സോ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. സോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാ സ്റ്റുഡൻസും ഇനിയിപ്പോൾ ഓഗസ്റ്റ് 5 വരെയാണ് സമയം. അപ്പം എല്ലാവരും സമയം കളയാതെ തന്നെ വേഗം തന്നെ ഈ ഒരു നമ്മുടെ IOQMൽ രജിസ്റ്റർ ചെയ്ത് ആ ഒരു എക്സാമിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് സംശയമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനിയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒരുപാട് പേർക്ക് ഇതുപോലെ സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്കും എത്തിക്കുക. അപ്പം വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നല്ലോണം തന്നെ ഇപ്പോൾ തന്നെ സമയം കളയാതെ നേരെ ഈ ഒരു IOQM രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.